നമസ്കാരം. ഇത് പത്തനാപുരം ഗാന്ധി ഭവൻ്റെ വേദിയാണ്. ഒട്ടേറെ മഹാരഥന്മാർ ഈ വേദിയിലെത്തി ഇവിടെയുള്ള ഗാന്ധി ഭവൻ്റെ കുടുംബാംഗങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിലേക്ക് കേരളത്തിലെമ്പാടുമുള്ള കഥാപ്രസംഗ കലാകാരന്മാർ എത്തിച്ചേരുകയാണ്. പത്തനാപുരം ഗാന്ധി ഭവന്റെ മണ്ണിൽ കഥാപ്രസംഗ സംഗമം. മലയാളത്തിലെ പ്രഗത്ഭരായ കഥാപ്രസംഗ കലാകാരുടെ കൂടിച്ചേരൽ. മലയാളികളുടെ കാതുകളിൽ കഥാമൃതം പകർന്ന വിശ്വവിഖ്യാത കാതികൻ പ്രൊഫസർ വി സാംബശിവന്റെ മകൻ ഡോക്ടർ വസന്തകുമാർ അടക്കം ഐലം ഉണ്ണികൃഷ്ണനും നിരണം രാജനും തൊടിയൂർ വസന്തകുമാരിയും കായംകുള വിമല തുടങ്ങി പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരുടെ കഥാപ്രസംഗ കലാകാരുടെ സംസ്ഥാന സമ്മേളനമായി മാറി പത്തനാപുരം ഗാന്ധി ഭവന്റെ കഥാപ്രസംഗം യഥാർത്ഥത്തിൽ അസ്തമിച്ചിട്ടില്ല. അതിരാവിലെ തുടങ്ങിയ പരിപാടി മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു. ഒരു പിന്നോട്ടടിയുമില്ല. കഥാപ്രസംഗം ഇന്നും കൃത്യമായി ഉത്സവപ്പറമ്പുകളിൽ ഉണ്ട്. 25-50 വർഷങ്ങൾ പിന്നിട്ട കഥാപ്രസംഗ കലയ്ക്ക് ചോരയും നീരും നൽകി പടുത്തുയർത്തിയ കലാകാരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ആദരിച്ചു. ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന ഒരു കഥയാണ്. കുമാരനാശാന്റെ ഖണ്ഡകാവ്യത്തെ കഥാപ്രസംഗമാക്കിക്കൊണ്ടാണ് സ്വാമി സത്യദേവൻ അന്ന് കഥാപ്രസംഗം എന്ന് പറയുന്ന കല ഉണ്ടാക്കി രംഗത്ത് വന്നത്. പാടാൻ ആഗ്രഹിച്ചൊരു കഥാപ്രസംഗം അത് അവരെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അങ്ങോട്ട് ചോദിക്കാൻ പറയും. എന്താണ് അങ്ങേക്ക് ഭാര്യയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിക്കുന്നതിൽ ഔചിത്യമില്ലെങ്കിൽ ചോദിച്ചാൽ അദ്ദേഹം പറയും, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്കുള്ള അഭിപ്രായം, ടെസ്റ്റ്മനിയെ കുറിച്ചല്ലെങ്കിൽ എനിക്കുള്ള അഭിപ്രായം ഞാൻ പറയാം. പ്രതിബദ്ധതയും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട. നമ്മുടെ കൈ ശുദ്ധമാണ്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വേറെ ആരോടും നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനം അത് നടത്തുന്ന സോമരായ സാറും ഗാന്ധി ഭവനും അത് ഇനിയും അത് വളർച്ചയുടെ പടവുകളിലേക്ക് കടന്നു പോകും. ജീവിതത്തിൽ തുണയില്ലാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അശരണരുടെ നാഥനും കലാകാരെയും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന പത്തനാപുരം ഗാന്ധി ഭവന്റെ സ്ഥാപകൻ ഡോക്ടർ പുനലൂർ സോമരാജന്റെ മനസ്സായിരുന്നു ഈ മെഗാ സമ്മേളനത്തിന്റെ വർണ്ണാഭമായ വേദി. ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓസ്കാർ വേദിയാണെന്നും കാതികർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ സഹൃദയന്മാർ ഇപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്. അപ്സരസാണെൻ്റെ ഡസ്റ്റമൺ. ഒരു വർഷം ഒരു 150ഓളം പുസ്തകങ്ങൾ ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുന്നു. ആ ഗ്രന്ഥകാരന്മാരും അതിൻ്റെ സംഘാടകരും പബ്ലിക്കേഷൻസ് ഉടമകളും എല്ലാം എത്തി ഇവിടെ ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഉണ്ടായിരുന്നു. അതുപോലെ നിരവധിയായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള, കേരളത്തിന് പുറത്തുള്ള, വിദേശത്തുള്ള സംഘടനകളുടെയൊക്കെ സംഗമം ഇവിടെ നടക്കാറുണ്ട്. അതിൻ്റെ കാര്യം ഇവിടെ അവർക്കെല്ലാം പ്രോത്സാഹനം നൽകുന്നു. സൗജന്യമായ
എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ഇവിടെ സ്റ്റേജ്, മൈക്ക്, ഫോട്ടോ, ഭക്ഷണം എല്ലാം കൊടുത്തുകൊണ്ടാണ് ഇത് നിർവഹിക്കുന്നത്. അപ്പം ഗാന്ധിഭവൻ എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര ജീവകാരുണ്യ കുടുംബം എന്ന ബഹുമതിയുണ്ട്. ഗാന്ധിഭവൻ്റെ 20 ശാഖകൾ, 2000 അധികം വരുന്ന കുടുംബാംഗങ്ങളുണ്ട്. ഇവിടെ തന്നെ ഏതാണ്ട് 1300 പേരുണ്ട്. ഏതാണ്ട് 500-ലേറെ സേവന പ്രവർത്തകർ ഗാന്ധിഭവൻ്റെ സ്ഥാപനങ്ങളിൽ സ്ഥിരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഗാന്ധിഭവൻ പുറത്തുപോയി സംഭാവനകൾ സ്വീകരിക്കാതെ ഇവിടെ എത്തുന്നവരുടെ ആ വരുമാനം കൊണ്ട് ഇത് നടന്നു പോകണം. മനുഷ്യസ്നേഹികളെ ഇവിടെ എത്തിക്കുക, അവരെ സമൂഹത്തിന് കൂടി പ്രയോജനപ്പെടുത്തുക, അങ്ങനൊരു പദ്ധതിയായിട്ടാണ് ഗാന്ധിഭവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീതി നിർവഹണ മേഖലയിൽ ശക്തമായ ഇടപെടലാണ്. കേരള ഹൈക്കോടതിയുടെ കീഴിൽ കെൽസ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് കഴിഞ്ഞ 12 വർഷമായിട്ട് ഇവിടെ നടക്കുകയാണ്. കേരളത്തിലെ ഏത് കേസും ഇവിടെ, കൊലക്കേസോ അതുപോലുള്ള അതിക്രമ കേസുകളല്ലാത്ത ഏത് കേസുകളും പാവപ്പെട്ടവർക്ക് ഇവിടെ നൽകുക. 5 പൈസ പോലും ഇല്ലാതെ ആ കേസ് പരിഹരിക്കുകയും 3 മാസത്തിലൊരിക്കൽ ഹൈക്കോടതി ജഡ്ജ് ഇവിടെ എത്തി അതിന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യണം. 5 പൈസ പോലുമില്ല. അത് തീർന്ന കേസ് പിന്നെ ഒരു ഇടത്തും അപ്പീലും പോകാൻ കഴിയാത്ത വിധത്തിൽ ഹൈക്കോടതി അംഗീകാരം തന്ന് ഹൈക്കോടതി ഇടപെട്ട് ഇവിടെ നടത്തിക്കൊണ്ട് അതൊക്കെ ജനങ്ങൾ ഒരുപാട് അത് ഉപയോഗപ്പെടുന്നു. ലഹരിക്ക് എതിരെ സൗജന്യമായി എത്ര പേരെത്തിയാലും അവരെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ കേന്ദ്രം അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമൂഹത്തിൽ ആ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അടൂർ കേന്ദ്രീകരിച്ച്. അപ്പോൾ കേരളത്തിലൊട്ടാകെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഗാന്ധിഭവൻ ഒരുപാട് തിന്മകൾ കാണുന്നുണ്ട്. ഒരുപാട് പേര് അഭയം തേടിയെത്തുന്നു. സമൂഹത്തിലെ ഉന്നതരായിരുന്ന ആളുകൾ, MLA-മാരായിരുന്നവരെ ഈ സ്ഥാപനം പോറ്റിയിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിൽ ഉന്നതരായ ആളുകളുണ്ട്. അപ്പോൾ ആരാണ് എപ്പോഴാണ് ഉപേക്ഷിക്കപ്പെടുന്നതെന്ന് അറിയാൻ വയ്യാത്ത എത്രയോ ധനമുള്ള കുടുംബത്തിലെ അമ്മമാരെ ഇവിടെ റോഡിൽ വലിച്ചെറിഞ്ഞ് അവരെ പരിപാലിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സമൂഹത്തിനൊരു സന്ദേശം നൽകണം. അത് കലയും സംസ്കാരവും അങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെ ആകണം. ഭിന്നശേഷിക്ക് പ്രത്യേകമായ പദ്ധതികളുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വിദ്യാലയമുണ്ട്, പരിശീലനമുണ്ട്. സൗജന്യമായി ഇതെല്ലാം നിർവഹിക്കുന്നൊരു പ്രസ്ഥാനമായി ഗാന്ധിഭവൻ നിൽക്കുകയാണ്, അനേകരുടെ പങ്കാളിത്തത്തോടു കൂടി.